മദീന കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പോ ആരെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് പേര്. ആ മദീന കാണാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സ്വലാത്തു മാത്രമാണ്. സ്വലാത്തു മാത്രമാണ്. ഏകദേശം ഒരു 6 മാസം മുമ്പ് ഞാൻ ട്രെയിനിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ, ഉസ്താദേ 22 കൊല്ലം ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തവനാണ്. 22 കൊല്ലം. ആ 22 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു തവണ പോലും എനിക്ക് ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല ഉസ്താദ്. എന്താ പറയുന്നത്? 22 കൊല്ലത്തിന്റെ ഇടയിൽ എനിക്ക് ഒരു തവണ പോലും ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നീട് ഉംറ ചെയ്തോ? ഞാൻ ചെയ്തു ഉസ്താദെ. 22 കൊല്ലത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ ഉംറ ചെയ്തതെന്ന് ഒരു സഹോദരൻ പറയുമ്പോ 22 അല്ല, 50 അല്ല, 100 അല്ല, 500 അല്ല, സൗദി അറേബ്യയുടെ മണ്ണിൽ ജീവിച്ചാലും ജനിച്ചാലും ജോലി ചെയ്താലും പെണ്ണ് കെട്ടിയാലും മക്കളുണ്ടായാലും അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ ആ മദീന കാണാൻ കഴിയില്ല. 22 കൊല്ലം സൗദി അറേബ്യയിൽ ജീവിച്ചു, പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല, മദീന കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറയാ, എന്റെ പ്രിയപ്പെട്ടവരെ, വർഷങ്ങളോളം നമ്മൾ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മദീന കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് വേണം? നമുക്ക് തൗഫീഖ് വേണം. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു, ആ തൗഫീഖ് വേണമെങ്കിൽ നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചെല്ലണം. അപ്പൊ ഒറ്റ ഡിമാൻഡ് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ. എന്താ വെക്കണേ? ഇവിടെ നബി തങ്ങളുടെ പേര് പറയുമ്പോ ആവേശത്തോടെ, ഇഖ്ലാസോടെ, അദബോടെ, തഖ്വയോടെ മദീന കാണണമെന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചെല്ലണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്, ജുമുഅ കഴിഞ്ഞ ദിവസം കൂടിയാണ്. ഇന്ന് ചെല്ലുന്ന സ്വലാത്തിനൊക്കെ വല്ലാത്ത പവിത്രതയുണ്ടാകും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. നബി തങ്ങളുടെ പേര് പറയുമ്പോ സദസ്സിലിരിക്കുന്നവരും സ്റ്റേജിലിരിക്കുന്നവരും എല്ലാവരും ആവേശത്തോടെ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചെല്ലണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ചൊല്ലൂലേ? തലയാട്ടമാണോ? ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിർവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞു, ഇത് ആദ്യമായിട്ട് നടത്തുന്ന പരിപാടിയാണോ? അല്ല, ആദ്യമായിട്ട് നടത്തുന്ന പരിപാടിയാണ് ഈ വർഷം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ അതിന്റെ ഒരു പോരായ്മ ഉണ്ടാവും സ്വലാത്ത് ചെല്ലുമ്പോൾ. എന്നാലും പറയാ, ആവേശത്തില് ഉസ്താദെ ഞാൻ സ്വലാത്തിലാല് അപ്പുറത്തിരിക്കുന്ന ഇസ്മായിലിച്ചെന്നെ നോക്കൂല ഉസ്താദെ, ഞാൻ ഇന്നലെ വരെ തെമ്മാടിയായിട്ട് നടന്നവനാ ഉസ്താദെ, ഞാൻ സ്വലാത്ത് ചെല്ലിയാല് എന്നെ പറ്റി അദ്ദേഹം വേറെ എന്തെങ്കിലും വിചാരിക്കൂല ഉസ്താദെ. അങ്ങനൊന്നും ആരും കരുതണ്ട. മനസ്സറിഞ്ഞ് എനിക്ക് മദീന കാണണം, നിങ്ങൾക്കും മദീന കാണണം, ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം എന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാ? ആ സ്വലാത്തില്ല. അല്ലാഹു സ്വീകരിക്കട്ടെ. അതിരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ നായകനാകുന്ന നബി മുഹമ്മദ് മുസ്തഫ, ജീവിതത്തിൽ ഒരിക്കലും പോലും കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാ, അൽഹംദുലില്ലാഹ്. ആദരവാകുന്ന പ്രവാചകന്റെ പേര് പറയുമ്പോ, റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോ, മദീനയുടെ പേര് പറയുമ്പോ കൽബറിഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക. എന്നാൽ ആദരവാകുന്ന പ്രവാചകന്റെ മദീനയുണ്ടല്ലോ, കാണാൻ കഴിയുന്നതാ. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആയിരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയുകയാ, റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോ, മദീനയുടെ പേര് പറയുമ്പോ, റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുമ്പോ, റസൂലുള്ളാഹിയുടെ മൗലിദ് പറയുമ്പോ, റസൂലുള്ളാഹിയുടെ ജീവിതം പറയുമ്പോ, റസൂലുള്ളാഹിയുടെ ചരിത്രങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലുക. എന്നാൽ മദീന എന്ന് പറയുന്ന ഏറ്റവും വലിയ സൗന്ദര്യമുണ്ടല്ലോ, കാണാൻ കഴിയുന്നതാ, അറിയാൻ കഴിയുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്നാ. അറിവ് പറയുന്ന വേദിയുണ്ടല്ലോ, ഇൽമു പറയുന്ന വേദിയുണ്ടല്ലോ, വഅദ് പറയുന്ന വേദിയുണ്ടല്ലോ, റൗദത്തുൻ മിൻ റിയാദിൽ ജന്നാ. അത് സ്വർഗത്തിന്റെ വേദിയാണ് ചെറുപ്പക്കാരാ. ഈ സദസ്സിലിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യേണ്ടതാ. അറിയാതെ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, അറിയാതെ ചെയ്തു കൂട്ടിയ തിന്മകളുണ്ടല്ലോ, അറിയാതെ ചെയ്തു കൂട്ടിയ അപരാധങ്ങളുണ്ടല്ലോ, പൊറുക്കണേ അല്ലാഹ്.
പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, 1.5 മണിക്കൂർ സ്വർഗത്തിന്റെ വേദിയാ. സ്വർഗത്തിന്റെ വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പാപങ്ങൾ മുഴുവനുമുണ്ടല്ലോ, പൊറുപ്പിച്ചെടുത്തുകൊണ്ട് ഇറങ്ങാൻ കഴിയേണ്ടതാ. നാദാ, അതിനുള്ള സൗഭാഗ്യങ്ങൾ തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദികളിലിട്ട് നീ നിന്റെ വീട്ടിലേക്കതാ കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥിയാരാ, വിളിക്കാതെ വരുന്ന അതിഥിയാരാ? സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, മംഗലാപുരത്തെ വീടിന്റെ ഉള്ളറയിലേക്ക്, പുത്തൂരിലെ വീടിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരികയാ. അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? അസ്റായീൽ കടന്നു വരുന്ന കോലമെങ്ങനാ? അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? റസൂലുള്ളാഹി പറയുകയാ, നമസ്കരിക്കുന്നവരാണോ, നോമ്പ് പിടിക്കുന്നവരാണോ, സകാത്ത് കൊടുക്കുന്നവരാണോ, നന്മകൾ ചെയ്യുന്നവരാണോ, ഹജ്ജുകൾ ചെയ്യുന്നവരാണോ, ഉംറകൾ ചെയ്യുന്നവരാണോ, നന്മകളിലൂടെ കടക്കുന്നവരാണോ, സമസ്തയ്ക്ക് വേണ്ടി കൊടി പിടിക്കുന്നവരാണോ, അറിവ് കേൾക്കുന്നവരാണോ, അത് ജീവിതത്തിലേക്ക് പകർത്തുന്നവരാണോ, മദ്രസയ്ക്ക് വേണ്ടി പൈസ കൊടുക്കുന്നവരാണോ, ദർസുകൾക്ക് പൈസ കൊടുക്കുന്നവരാണോ, സംഘടനയ്ക്ക് പൈസ കൊടുക്കുന്നവരാണോ, പള്ളികൾക്ക് പൈസ കൊടുക്കുന്നവരാണോ, സദഖ കൊടുക്കുന്നവരാണോ? അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട്, സുഗന്ധമെന്റെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട്, ഈമാനോടെ മുഖമെല്ലാം വെളുത്തുകൊണ്ട് കടന്നു വരികയാ. നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സകാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണു പിടിച്ചുകൊണ്ട്, തിന്മകൾ ചെയ്തുകൊണ്ട്, ഹറാമുകൾ ചെയ്തുകൊണ്ട്, മംഗലാപുരത്തിന്റെ പരിസരത്തിലൂടെ, കർണാടകയുടെ പരിസരത്തിലൂടെ ഓടുന്നവരാണോ, നടക്കുന്നവരാണോ, എഴയുന്നവരാണോ? പടച്ചവനെ, അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? ലോട്ടറി എടുക്കുന്നവരെ, പലിശക്ക് കൊടുക്കുന്നവരെ, തിന്മകൾ ചെയ്യുന്നവരെ, ഹറാമുകൾ ചെയ്യുന്നവരെ, മൊബൈൽ ഫോണൊക്കെ ആക്കിയിട്ട് ബ്ലൂടൂത്ത് മോളെ കാണുന്ന, പടച്ചവനെ യൂട്യൂബിലൂടെ വീഡിയോകൾ കാണുന്ന, ബ്ലൂ ഫിലിമുകൾ കാണുന്ന എന്നെ ചെറുപ്പക്കാരാ, അസ്റായീൽ കടന്നു വരുന്ന രൂപമെങ്ങനാ? മുഖമെല്ലാം കറുത്തിരണ്ടുകൊണ്ട് കടന്നു വരികയാ. ദുർഗന്ധമെന്ന പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട്, മുഖമെല്ലാം കറുത്തിരണ്ടുകൊണ്ട് അസ്റായീൽ കടന്നു വരികയാ. അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിക്കുമ്പോ ഞാനും നിങ്ങളും ഉണ്ടല്ലോ, കരയുകയാ, വേദനിക്കുകയാ, സങ്കടപ്പെടുകയാ. അസ്റായീലിനോട് പറയുകയാ, താങ്ങാൻ കഴിയുന്നില്ല, അറിയാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ലോ, എന്നെയൊന്ന് മടക്കുമോ, ആഫിയത്ത് തരുമോ, ദീർഘായുസ് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അസ്റായീലിനോട് കരയുമ്പോ അസ്റായീൽ പറയുകയാ, അനുഭവിക്കടാ, വേദനിക്കടാ, നീ ഒരുപാട് തിന്മകൾ ചെയ്തവനല്ലോടോ എന്ന് പറഞ്ഞുകൊണ്ട് അസ്റായീൽ അട്ടഹസിക്കുമ്പോ അസ്റായീലിന്റെ കൈകളിൽ നിന്ന് ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യങ്ങളോ തരണേ അല്ലോ, കബൂലാക്കണേ അല്ലോ. അസ്റായീല് കടന്നു വന്ന് റൂഹ് പിടിക്കും, ഒരു സംശയമില്ല. അസ്റായീല് തിന്മകളും പാപങ്ങളും തെറ്റുകളും ചെയ്തവനാണെങ്കിൽ എഴുതി വെച്ചോ, അസ്റായീല് കടന്നു വന്ന് റൂഹ് പിടിക്കുന്നത് മുഖമെല്ലാം കറുത്തിരണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പേടിപ്പിക്കുന്ന രീതിയിൽ ദുർഗന്ധം വരുത്തിയിട്ടായിരിക്കും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ മഹനീയമാകുന്ന പുരുഷരക്കട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നന്മകൾ ചെയ്യുന്നവരാണെങ്കിൽ, മദ്രസകൾക്ക് വേണ്ടി പൈസ കൊടുക്കുന്നവരാണെങ്കിൽ, പള്ളിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, വയൽ നടത്താൻ ഓടുന്നവരാണെങ്കിൽ എഴുതി വെച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാ, നാളെ നിങ്ങൾക്ക് അസ്റായീലിന്റെ കയ്യിൽ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ റൂഹിന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിയും. അല്ലാഹുവേ, നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ചില ചെറുപ്പക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ചില
സഹോദരിമാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഉസ്താദേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തവരാ, ഞങ്ങൾ അള്ളാഹിനോട് പൊറുക്കലെന്ന് ചോദിച്ചാൽ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു നൽകും അല്ലെ? മിക്ക ആളുകളുടെയും വിചാരമാണ്, ഉസ്താദേ ഞങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്തു ഉസ്താദേ, പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഉസ്താദേ ബ്ലൂ ഫിലിം കണ്ടവരാ ഉസ്താദേ, വീഡിയോകൾ കണ്ടവരാ ഉസ്താദേ, ഞങ്ങൾ അള്ളാഹിനോട് പൊറുക്കലെന്ന് ചോദിച്ചാൽ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരുമോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഏകദേശം ഒരു 5 മാസം മുമ്പ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു ചങ്ങാതി മെസ്സേജ് അയച്ചു, ഒരു ചെറുപ്പക്കാരൻ മെസ്സേജ് അയച്ചു പാതിരാത്രി 2 മണിക്ക്. എന്താ അയച്ചെന്നറിയോ? ഉസ്താദേ എനിക്കൊരു പെൺകുട്ടിയായിട്ട് പ്രേമുണ്ടായിരുന്നു ഉസ്താദേ. എന്താ പറഞ്ഞേ? ഒരു പെൺകുട്ടിയായിട്ട് പ്രേമുണ്ടായിരുന്നു ഉസ്താദേ, 5.5 കൊല്ലം ഞങ്ങൾ സ്നേഹിച്ചു ഉസ്താദേ, പക്ഷേ എനിക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ വാപ്പ എനിക്ക് കെട്ടിച്ചു തന്നില്ല ഉസ്താദേ. ഞാൻ ചോദിച്ചു, ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു? ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പൈസയുള്ള ആൾക്ക് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ വാപ്പ എന്ത് ചെയ്തു? കെട്ടിച്ചു കൊടുത്തു. ഓളെന്നെ ഇട്ടിട്ട് പോയി ഉസ്താദേ, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഉസ്താദേ, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി ഉസ്താദേ, അള്ളാഹു എനിക്ക് പുറത്തു നൽകുമോ ഉസ്താദേ? ഞാൻ പറയണ ചങ്ങാതി, നീ ഇപ്പോ തന്നെ കരഞ്ഞു കൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് കരഞ്ഞു കൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തു നൽകുമെന്ന് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓൻ പറഞ്ഞു, ഉസ്താദേ അൽഹംദുലില്ലാഹ്, സന്തോഷം, പരിചയപ്പെട്ട സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ പിരിഞ്ഞു. ഒരു 2:30 മണിയായപ്പോ ഇവൻ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദേ നേരത്തെ മെസ്സേജ് അയച്ച ചങ്ങാതി ഉസ്താദേ. ഞാൻ ചോദിച്ചു, എന്താ വീണ്ടും മെസ്സേജ് അയച്ചേ? ഉസ്താദ് അള്ളാഹു പൊറുക്കോ? അള്ളാഹു പൊറുക്കോ? ഞാൻ പറഞ്ഞാ നീ കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പറയും, ഇൻഷാ അല്ലാഹ് അള്ളാഹു നിനക്ക് പുറത്തു നൽകും. അപ്പോൾ ആ സമയത്ത് ആ ചങ്ങാതി പറയും, ഇല്ല ഉസ്താദേ അള്ളാഹു എനിക്ക് പുറത്തു നൽകില്ല. അതെന്താ നിനക്ക് അത്ര ഉറപ്പ്? ഉസ്താദേ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഞാൻ തൊട്ടിട്ടുണ്ട്, ആ പെൺകുട്ടിയുമായിട്ട് പല ബന്ധത്തിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് ഉസ്താദേ, എനിക്കൊരു കുറ്റബോധമുണ്ട് ഉസ്താദേ, അള്ളാഹു പുറത്തു നൽകുമോ? ഞാൻ പറഞ്ഞു, നീ അള്ളാഹിനോട് കരഞ്ഞ് ഖേദിച്ചു മടങ്ങടാ, നിനക്ക് അള്ളാഹു പുറത്തു നൽകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ ചങ്ങാതി പറയാം, ഇല്ല ഉസ്താദേ അള്ളാഹു പുറത്തു നൽകില്ല. ഞാൻ പിന്നെയും പറഞ്ഞു, അള്ളാഹു പുറത്തു നൽകും. അവസാനം ഇവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉസ്താദേ 5.5 കൊല്ലം ഞാൻ സ്നേഹിച്ച പെണ്ണാണ് എന്നെ വിട്ടിട്ട് പോയത് ഉസ്താദേ, ഞാനൊരു സംശയം നിങ്ങളോട് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടി തരുമോ? ഞാൻ എന്താ നിന്റെ സംശയം? ഉസ്താദേ 5.5 കൊല്ലം സ്നേഹിച്ച പെൺകുട്ടി എന്നെ ഇട്ടിട്ട് പോയി, ഞാൻ വേറെ ഒരു പെൺകുട്ടി അതിന് പകരം പ്രേമിച്ചാല് അള്ളാഹു എനിക്ക് പുറത്തു നൽകുമോ? അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ചില ആളുകൾ അങ്ങനെ കള്ളു കുടിക്കും, പോയി തൗബ ചെയ്യും, പിറ്റേ ദിവസം ബോധം വരുമ്പോ പിന്നെയും പോയി കള്ളു കുടിക്കും, പിന്നെയും പോയി തൗബ ചെയ്യും. അതൊരു തൊഴിലായി സ്വീകരിക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരെന്ന് പറയുന്നത് അത് തൗബ ചെയ്യുന്നവരാ, അത് തൗബ ചെയ്യുന്നവരാ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം, കേട്ടോ. ഒരു കാലഘട്ടത്തിൽ തെമ്മാടിയും റൗഡിയും പെണ്ണിന്റെ പിറകിലും കള്ളിന്റെയും ലഹരിയുടെയും പിന്നാലെ പോയ ഖത്താബിന്റെ മകനാകുന്ന ഉമറിന്റെ ചരിത്രം ഞാൻ നിങ്ങൾ പഠിക്കണം. ആരാ ഉമർ? തങ്ങളുടെ ജീവിതം. എന്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരും പഠിക്കണം. പല ചരിത്രങ്ങൾ കേൾക്കുമ്പോ ആവേശത്തോടെ രൂപമെണ്ണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കർണാടകയിലെ ചെറുപ്പക്കാരോട് പറയാ, ഉമർ തങ്ങളുടെ ജീവിതം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ പഠിക്കേണ്ടത്. ആരാ ഉമർ തങ്ങൾ? ഉമർ തങ്ങൾ ആരാ? ആദിനമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ കടന്നു വരികയാ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രബോധനമായി കടന്നു വരികയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആദരവാകുന്ന പ്രവാചകനതാ ഇസ്ലാമിന്റെ ആദർശമായി കടന്നു വരികയാ. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ തൗഹീദിന്റെ വചനമുണ്ടല്ലോ, കടന്നു വരികയാ. പലരുമതാ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ, പലരുമതാ മുസ്ലിമാകുമ്പോ, പലരുമതാ റസൂലുള്ളാഹിയുടെ മതത്തിലേക്ക് കടന്നു വരുമ്പോ ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, ഊരി പിടിച്ച കടാരി എടുത്തുകൊണ്ട് പറയുകയാ, ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ, മുസ്ലിമായാൽ അവന്റെ തലയുണ്ടല്ലോ ഉമറതാ അറുക്കുന്നതാ, മുറിക്കുന്നതാ. പലരുമതാ പേടിക്കുകയാ, പലരുമതാ വിറങ്ങലിക്കുകയാ. ഖത്താബിന്റെ മകനതാ ഉമറതാ പറയുകയാ, ആരെങ്കിലും ഒരാൾ മുസ്ലിമായാൽ അവന്റെ തലയുണ്ടല്ലോ ഈ ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ അറുക്കുന്നതാ. എല്ലാവരും അതാ പേടിച്ച് വിറങ്ങലിച്ചു കൊണ്ട് നിൽക്കുമ്പോ
ഇസ്ലാമിന്റെ സിംഹക്കുട്ടിയാകുന്ന അള്ളാഹുവിന്റെ പുലിക്കുട്ടിയാകുന്ന ഹംസ തങ്ങളുണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. എല്ലാവരും അതാ സന്തോഷിക്കുകയാ, പലരും അതാ കടന്നു വരികയാ. ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഉമർ തങ്ങളോട് പടച്ചവരെ പലരും കടന്നു വന്നിട്ട് ഉമർ തങ്ങളോട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഹംസയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോയല്ലോ, മുസ്ലിമായല്ലോ, ഇസ്ലാമിലേക്ക് കടന്നു വന്നല്ലോ. ആ സമയത്ത് പടച്ചവരെ ഉമറതാ പറയുകയാ, ആര് കടന്നു പോയാൽ ഉമറുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോകൂല. പടച്ചവനെ എല്ലാവരും അതാ വിറങ്ങലിക്കുമ്പോ ഒരാളെന്റെ പ്രിയമുള്ളവരെ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, ഉമറേ നിന്റെ പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു പോയല്ലോ, മുസ്ലിമായല്ലോ, ദീനിലേക്ക് കടന്നു പോയല്ലോ. ഉമറതാ വിറങ്ങലിക്കുകയാ, ഉമറതാ ദേഷ്യപ്പെടുകയാ. നിങ്ങൾ പറഞ്ഞതല്ലോ സത്യമാണോ കളവാണോ? അദ്ദേഹം അതാ പറയുകയാ, സത്യമാണോ ഉമറേ, നിന്റെ പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുകയാ. ഉമറതാ ഊരിപ്പിടിച്ച കടാരയുണ്ടല്ലോ, ഊരിപ്പിടിച്ച വാളുണ്ടല്ലോ എടുക്കുകയാ. ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയതാ വിറങ്ങലിക്കുകയാ, ഫാത്തിമയതാ പേടിക്കുകയാ, ഫാത്തിമയതാ നൊമ്പരപ്പെടുകയാ. ഉമറങ്ങാനെ മറിഞ്ഞു കഴിഞ്ഞാൽ, ഉമറങ്ങാനെ കണ്ടു കഴിഞ്ഞാൽ, ഉമറങ്ങാനെ കടന്നു വന്നാൽ തലയുണ്ടല്ലോ അറുക്കുന്നതാ. ഉമറതാ കടന്നു ചെല്ലുമ്പോ ഫാത്തിമയതാ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാ, പാരായണം ചെയ്യുകയാ. എന്ന് പറയുന്ന മനോഹരമാകുന്ന ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാ, പറയുകയാ, പാരായണം ചെയ്യുകയാ. ഉമറതാ കടന്നു വരികയാ, വീടിന്റെ വാതില് പൊളിക്കുകയാ, വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയുടെ ചാരത്തേക്ക് ചെല്ലുകയാ. ഫാത്തിമയോട് ചോദിക്കുകയാ, മുസ്ലിമായോ ഇസ്ലാമായോ ദീനിലേക്ക് കടന്നുപോയോ എന്നെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ പടച്ചവനെ ഫാത്തിമയുണ്ടല്ലോ ധൈര്യത്തോടെ ഉമറിന്റെ മുഖത്ത് നോക്കി പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഉമറതാ ദേഷ്യപ്പെടുകയാ, ഉമറതാ അടിക്കുകയാ, ഉമറതാ തൊഴിക്കുകയാ. ഫാത്തിമയുടെ ശരീരത്തിൽ നിന്ന് ചോരയുണ്ടല്ലോ കടന്നു വരികയാ. പടച്ചവനെ ചോര വരുമ്പോ ഉമറിന്റെ മനസ്സിലേക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഈമാനിന്റെ കണികയുണ്ടല്ലോ ഇട്ടുകൊടുക്കുകയാ. ഉമറതാ പറയുകയാ, ഫാത്തിമ നീ ഓതിയ ഖുർആനുണ്ടല്ലോ എന്റെ കൈകളിലേക്കൊന്ന് തരുമോ, എനിക്കൊന്ന് പാരായണം ചെയ്തു തരുമോ? ഫാത്തിമയതാ പറയുകയാ, ഇല്ല ഉമറേ തരൂല ഉമറേ, ശുദ്ധിയാകാതെ തരൂല ഉമറേ. ഉമറതാ വീടിന്റെ പുറത്തേക്ക് ചെല്ലുകയാ. പടച്ചവനെ കിണറ്റിന്റെ ചവിട്ടിലേക്ക് ചെല്ലുകയാ. പടച്ചവനെ വെള്ളമെടുക്കുകയാ. പടച്ചവനെ തലയിലൂടെ ഒഴിക്കുകയാ. ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ ഞാൻ ശുദ്ധിയായി ഫാത്തിമ, ഖുർആനും എനിക്കൊന്ന് ഓതി തരുമോ? ഖുർആനുണ്ടല്ലോ എന്റെ കൈകളിലേക്കൊന്ന് തരുമോ? ഫാത്തിമയതാ ഖുർആനിന്റെ വചനങ്ങളുണ്ടല്ലോ ഉമർ തങ്ങൾക്കതാ പറഞ്ഞു കൊടുക്കുമ്പോ ഉമറതാ കരയുകയാ, ഉമറതാ സങ്കടപ്പെടുകയാ, ഉമറതാ വിറങ്ങലിക്കുകയാ. ഫാത്തിമയോട് ചോദിക്കുകയാ, റസൂലുള്ള എവിടെ, ഹബീബ് എവിടെ, മുഹമ്മദ് എവിടെ? ഫാത്തിമയതാ പറയുകയാ, ഇന്ന സ്ഥലത്ത് റസൂലുള്ളയുണ്ട്, ഇന്ന സ്ഥലത്ത് ഹബീബുണ്ട്. പടച്ചവരെ ഉമറുണ്ടല്ലോ കുതിരപ്പുറത്തേക്ക് കയറുകയാ. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ആദരവാകുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് ഊരിപ്പിടിച്ച കടാര എടുത്തുകൊണ്ട് കടന്നു ചെല്ലുമ്പോ
സഹാബത്തദാ കടന്നു വരികയാ, റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹിയോട് പറയുകയാ, ഉമർ വരുന്നുണ്ട് നബിയേ, ഊരി പിടിച്ച വാളെടുത്തുകൊണ്ട് വരുന്നുണ്ട് നബിയേ, ഒളിക്കണം നബിയേ, ഓടണം നബിയേ. ഉമറദാ തലയെടുക്കുന്നതാ. റസൂലുള്ളാഹി അതാ പുഞ്ചിരിക്കുകയാ. ഹംസ തങ്ങൾ പറയുകയാ, ഉമർ റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ കടന്നു വന്നാൽ ഉമറിന്റെ തലയുണ്ടല്ലോ ഈ ഹംസാറത്തു കളയുന്നതാ. ഉമർ നല്ല രീതിയിൽ വന്നാൽ ഉമറിനതാ തിരിച്ചു പോകാമല്ലോ. പടച്ചവനെ, ഉമറതാ കടന്നു വരുമ്പോ ഹംസ തങ്ങൾ തടയുകയാ. റസൂലുള്ളാഹി പറയുകയാ, കേറി വാ, അടുത്തേക്ക് വാ, അടുത്തേക്ക് വാ. ഹംസ തങ്ങളുടെ കൈയുണ്ടല്ലോ ഉമറതാ മാറ്റുമ്പോ പടച്ചവനെ, ഉമർ തങ്ങള് റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. സഹാബത്ത് പേടിക്കുകയോ, സഹാബത്ത് വിറങ്ങലിക്കുകയോ. പടച്ചവനെ, ഉമറതോ ഊരിപ്പിടിച്ച കടാരയുണ്ടല്ലോ എറിയുകയോ, റസൂലുള്ളാഹിയുടെ കൈ പിടിക്കുകയോ, എന്നിട്ടതാ പറയുകയോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. എനിക്ക് നീ ഇസ്ലാം മതി നബിയേ, എനിക്ക് നീ അല്ലാഹ് മതി നബിയേ, എനിക്ക് നീ അങ്ങ് മതി നബിയേ, എനിക്ക് നീ കള്ളു വേണ്ട നബിയേ, എനിക്ക് നീ പെണ്ണ് വേണ്ട നബിയേ, എനിക്ക് നീ ചൂതാട്ടം വേണ്ട നബിയേ, എനിക്ക് നീ ലഹരി വേണ്ട നബിയേ. അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയോ. ഉമർ തങ്ങളുണ്ടല്ലോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയോ, അല്ലാഹ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങള്, പാപങ്ങള്, തിന്മകള് പൊറുക്കണേ അല്ലാഹ്, പൊറുക്കണേ അല്ലാഹ്. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഉമറിന്റെ പാപങ്ങളുണ്ടല്ലോ, ഉമറിന്റെ തിന്മകളുണ്ടല്ലോ അല്ലാഹു പടച്ച തമ്പുരോ പുറത്തു കൊടുത്തെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരാ, കള്ളിന് അടിമപ്പെട്ടവരുണ്ടോ, കഞ്ചാവിന് അടിമപ്പെട്ടവരുണ്ടോ, ലഹരിക്ക് അടിമപ്പെട്ടവരുണ്ടോ, വ്യഭിചാരത്തിന് അടിമപ്പെട്ടവരുണ്ടോ, ഹശീഷിന് അടിമപ്പെട്ടവരുണ്ടോ, സിഗരറ്റിന് അടിമപ്പെട്ടവരുണ്ടോ. പലിശയെന്ന മാരകമാകുന്ന വിപത്തിലൂടെ കടന്നു പോകുന്നവരെ, തിന്മകളിലൂടെ കടന്നു പോകുന്നവരെ, ലോഡുകളിലൂടെ കടന്നു പോകുന്നവരെ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ അറിയാതെ ചെയ്തു പോയ പാപങ്ങളാണ്, പൊറുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ചെയ്തു കൂട്ടിയ അപരാധങ്ങള് പൊറുക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഉമർ തങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തപ്പോ ഉമർ തങ്ങളുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പടച്ച തമ്പുരാൻ പുറത്തു കൊടുത്തെന്ന് പറയുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, ഉമർ തങ്ങൾ ചെയ്ത ഒരു തരി പാപം പോലും ഞാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകൂല. ആ ഉമർ തങ്ങള് എന്ന അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളെ തൊട്ട് ചാരത്ത് എന്റെ പ്രിയപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് പറയാ, ലഹരിക്ക് അടിമപ്പെട്ടവരുണ്ടെങ്കിൽ, തിന്മകൾക്ക് അടിമപ്പെട്ടവരുണ്ടെങ്കിൽ, ഹറാമുകൾ അടിമപ്പെട്ടവരുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാ, ഈ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങാൻ കഴിയണം. അല്ലാഹുവേ, അല്ലാഹുവേ നിങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട സഹോദര സഹോദരിമാര് അവർക്കെല്ലാവർക്കും ഖൈറായ ജീവിതം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നീ സൗഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ മനോഹരമാകുന്ന അറിവ് കേൾക്കാൻ വേണ്ടി പുരുഷരക്കട്ട എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്നിരിക്കണത് എന്തിനാ? ഞാനിവിടെ വയല് പറയുന്നത് എന്തിനാ? നിങ്ങൾ വയല് കേൾക്കണത് എന്തിനാ? ഈ മദ്രസയ്ക്ക് വേണ്ടി സംഭാവന ചോദിക്കുമ്പോ നിങ്ങൾ എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവർ ഓരോ രൂപയും ഈ ഉസ്താദുമാരുടെ കയ്യിൽ ഏൽപ്പിക്കണത് എന്തിനാ? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ, അല്ലെ? ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ എന്ന് പറയുന്ന ഒറ്റ നെയ്യത്ത് വെച്ചുകൊണ്ടിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹ് ഈ സദസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഈ സ്വർഗത്തില് രണ്ട് നബിമാർ എന്റെ പ്രിയപ്പെട്ടവർ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരവിടെ എന്റെ പ്രിയപ്പെട്ടവരെ സുഖത്തോടെ കഴിയുക. ഒന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും, രണ്ട് ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലുണ്ടെന്ന ഈസാ നബി എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോയതെന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. ഇദ്രീസ് നബി എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോയതെന്ന് നമ്മളിൽ പലർക്കും എന്റെ പ്രിയപ്പെട്ടവരെ അറിയില്ല, അല്ലെ? ഇപ്പൊ ഇവിടെ ഇരിക്കണ നിങ്ങൾക്കൊക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാകും, ഒരു കൂട്ടുകാരൻ ഉണ്ടാകും, അല്ലെ? എല്ലാ തെമ്മാടിത്തരത്തിൽ
കോമാളിത്തരത്തിനും എല്ലാ ചെറ്റത്തരത്തിനും മംഗലാപുരത്ത് എന്തെല്ലാം റൗഡിത്തരം കാണിക്കണമെങ്കിലും അവനിക്കൊരു ധൈര്യം എന്ന് പറയുന്നത് അവന്റെ ചങ്ക് ബ്രോയാണ്, അവന്റെ കൂട്ടുകാരനാണ്. ബഹുമാനപ്പെട്ട ഇദ്രീസ് നബിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ആര്? ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു മനസ്സിലാക്കണം, അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. അല്ലെ, നമുക്ക് അസ്റായീൽ എന്ന് കേൾക്കുമ്പോ പേടിയാ. കാരണം എന്തേ? നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ടത് നമുക്ക് ആർക്കും എന്റെ പ്രിയപ്പെട്ടവർ ഇഷ്ടപ്പെടൂല, ദഹിക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു. ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നത് അസ്റായീലിന് മണൽ വാരുന്ന ജോലിയല്ല, അസ്റായീലിന് സ്വർണം കടത്തുന്ന ജോലിയല്ല, അസ്റായീലിന് എന്റെ പ്രിയപ്പെട്ടവരെ ഡ്രൈവിംഗ് പണിയല്ല. അസ്റായീലിന്റെ ജോലി എന്താ? റൂഹ് പിടിക്കുക. ഇതാണ് അസ്റായീലിന്റെ തൊഴിൽ എന്ന് പറയണേ. ഈ അസ്റായീലുമായിട്ട് ആർക്ക് ഭയങ്കര കൂട്ടാണ്? ഇദ്രീസ് നബിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത ആ കൂട്ടാണ്. ഒരു ദിവസം ഇദ്രീസ് നബിക്ക് വല്ലാത്തൊരു ആഗ്രഹം അസ്റായീലിനോട് പറഞ്ഞു, അസ്റായീലേ, എനിക്ക് മരണത്തിന്റെ വേദന എന്നറിയണം, എനിക്ക് മരണത്തിന്റെ വേദന എന്നറിയണം. അല്ലാഹുവേ, ഇദ്രീസ് നബി അസ്റായീലിനോട് പറഞ്ഞപ്പോ അസ്റായീൽ അള്ളാഹിനോട് ചോദിച്ചു, അല്ലാ, ഇദ്രീസ് നബിക്ക് ഒരു ആഗ്രഹമുണ്ട്, മരണത്തിന്റെ വേദന അറിയണം. എന്താ പറഞ്ഞേ? മരണത്തിന്റെ വേദന അറിയണം. അള്ളാഹു പറഞ്ഞു, ഇദ്രീസ് നബിക്ക് ഒരു ആഗ്രഹമല്ലേ, സാധിപ്പിച്ചു കൊടുത്തോളി. അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു, എന്നിട്ട് മരിപ്പിച്ചു. അതിനുശേഷം റൂഹ് പിന്നെ കൊടുത്തു. എന്നിട്ട് ഇദ്രീസ് നബിയോട് ചോദിച്ചു, എങ്ങനുണ്ടായിരുന്നു? ഇദ്രീസ് നബി പറഞ്ഞു, മതിയായി അസ്റായീലേ, ഇനി പിടിക്കണ്ട, വേദന എടുക്കുന്നു. അങ്ങനെ ഒന്നാമത്തെ ആഗ്രഹം കഴിഞ്ഞു. ഇദ്രീസ് നബി വീണ്ടും ചോദിച്ചു, അല്ലാഹുവേ, എന്നെ നരകം ഒന്ന് നീ കാണിച്ചു തരുമല്ല, നരകം ഒന്ന് എനിക്ക് കാണിച്ചു തരുമല്ല. അല്ലാഹു എന്ത് ചെയ്തു? നരകം കാണിച്ചു കൊടുത്തു. നരകം കാണിച്ചു കൊടുത്ത ഇദ്രീസ് നബി പറഞ്ഞു, അല്ലാഹുവേ, എന്നെ പെട്ടെന്ന് തന്നെ എന്നെ താഴത്തേക്ക് കൊണ്ടുപോണേ റബ്ബേ. അല്ലാഹു എന്ത് ചെയ്തു? തിരിച്ചു ദുനിയാവിലേക്ക് മടക്കി. മൂന്നാമതായിട്ട് എന്റെ പ്രിയപ്പെട്ടവർ ഇദ്രീസ് നബി ചോദിച്ചു, അല്ലാ, എന്നെ ഒന്ന് സ്വർഗം കാണിച്ചു തരുമോ? അല്ലാ, സ്വർഗം കാണിച്ചു തരുമോ? അല്ലാ. അല്ലാഹുവേ, ഇദ്രീസ് നബിയെ അല്ലാഹു പടച്ച തമ്പുരാൻ സ്വർഗത്തിലേക്ക് കടത്തി. സ്വർഗത്തിലേക്ക് കടത്തിയതിനു ശേഷം ഇദ്രീസ് നബിയോട് പറഞ്ഞു, നിങ്ങളുടെ സമയം കഴിഞ്ഞു, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ പോണം. ഇദ്രീസ് നബി പറഞ്ഞു, ഞാൻ പോകൂല, ഞാൻ പോകൂല റബ്ബേ, എന്നെ ആട്ടിയാലും ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് പോകൂല റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഇദ്രീസ് നബി ഇങ്ങനെ പറഞ്ഞപ്പോ അവിടുത്തെ മലക്കുകളൊക്കെ ആകെ ബേജാറായി. കാരണം എന്തേ? ഇദ്രീസ് നബി സ്വർഗത്തിലേക്ക് വന്നിട്ട് തിരിച്ചു പോണില്ല. എത്ര പറഞ്ഞിട്ട് കേൾക്കണില്ല. ചെറിയ കുട്ടികൾ പറയണത് പോലെ, ഞാൻ പോകൂല റബ്ബേ, എന്നെ ആട്ടിയാൽ, എന്നെ ഇവിടെ നിന്ന് തല്ലി ഓടിച്ചാലും റഹ്മാനെ, ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് പോകൂല. അല്ലാഹു പറഞ്ഞു, ഇദ്രീസ് നബി അവിടെ തന്നെ കഴിഞ്ഞോട്ടെ. അല്ലാഹുവേ, ഇദ്രീസ് നബി പോലും ആ സ്വർഗം കണ്ടിട്ട് ഇറങ്ങി വരാൻ എന്റെ പ്രിയപ്പെട്ടവരെ തീരുമാനിച്ചില്ലെങ്കിൽ, ഞാൻ പറയാ, ആ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ, എനിക്ക് പോകണം. പൊക്കിക്കോ. ചില ആൾക്കാർക്ക് അപ്പടി സംശയം, ഉസ്താദെ, പുരുഷനെ കെട്ടത് തന്നെയല്ലേ ഉസ്താദെ സ്വർഗം എന്ന നിങ്ങളുടെയൊക്കെ വിചാരം. അല്ല മക്കളെ, ഇതല്ല സ്വർഗം. മംഗലാപുരം അല്ല സ്വർഗം. മംഗലാപുരത്ത് പോയിട്ട് വിലയുള്ള മീൻ കഴിക്കുമ്പോൾ നമ്മൾ ഓർക്കും, അല്ലാഹുവേ, ഇത് സ്വർഗത്തിലെ മീനാ റബ്ബേ. അല്ല, മച്ചിലിയിലും എച്ചിലിയിലും ഒക്കെ പോയിട്ട് നമ്മൾ മീൻ കഴിക്കുമ്പോ നമ്മൾ കരുതും സ്വർഗത്തിലെ മീനല്ല റബ്ബേ എന്ന് നമ്മൾ കരുതും. അല്ല, അല്ല, യഥാർത്ഥ സ്വർഗം എന്റെ പ്രിയപ്പെട്ടവരെ നാളെ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അതിരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, 4 വിഭാഗം ആളുകളെ ഞാൻ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന. എത്ര ആളുകളെ? 4 വിഭാഗം ആളുകളെ. ആ 4 വിഭാഗം ആരാ എന്ന് നമുക്ക് പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പോവല്ലേ? സ്വർഗത്തിൽ പോകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? മരിക്കണം. ആദ്യമേ മരിക്കണം. ഞാൻ ചോദിക്കട്ടെ, മരിക്കൂല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ചങ്ങാതി ഉണ്ടെങ്കിൽ ഒന്ന് എണ്ണിക്കാവോ? ഉസ്താദേ, ഞാൻ മരിക്കൂല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏത് ചെറുപ്പക്കാരനാണെങ്കിലും, നട്ടലുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരനുണ്ടെങ്കിൽ എണ്ണിക്കാവോ? ആരുമില്ല. കാരണം എന്തേ? നമ്മുടെ പള്ളിയുടെ മീസാങ്കല് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ സാക്ഷിയാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മരണത്തിന് 3 അടയാളമുണ്ടെന്ന കേട്ടോ. മരണത്തിന് 3 അടയാളമുണ്ടെന്ന. ഒന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു, നിങ്ങളുടെ ശരീരത്തിലെ രോമങ്ങൾ നരിച്ചാൽ, മുടി നരച്ചു കഴിഞ്ഞാൽ വെള്ള കളറായാൽ,
എഴുതി വെച്ചോ മരിക്കാനായി. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് സ്വന്തം ശരീരത്തിലേക്ക് നോക്കണം. അല്ലാ, ഞാൻ ഡൈ ചെയ്തല്ലോ റബ്ബേ, അസ്രായിലിനെ പറ്റിക്കാൻ ഡൈ ചെയ്തല്ലോ റബ്ബേ. എത്ര പറ്റിച്ചാലും അസ്രായിൽ സമയമാകുമ്പോ പിടിച്ചോണ്ട് പോകും. അള്ളാഹു ഈമാൻ നൽകട്ടെ. അള്ളാഹു കാത്തിരിക്കട്ടെ. 2, മുതുകു വളഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ചോ മരിക്കാനായി. അള്ളാഹു ഈമാൻ നൽകട്ടെ. അള്ളാഹു കാത്തിരിക്കട്ടെ. 3, നിരന്തരമാകുന്ന അസുഖങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അവരും എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാനായി. അള്ളാഹുവേ, ഈ 3 അടയാളങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ റഹ്മാനെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞാൻ എന്തെന്നറിയാം, അങ്ങനെ ദുആ ചെയ്തേ. ഈ 3 അടയാളമുള്ളവർ ഭാഗ്യം ചെയ്തവരാ. കാരണം എന്തേ, ഒരു ചങ്ങാതി ഒരു 50 വയസ്സ് വരെ തിന്മ ചെയ്തവനാ, കള്ളു കുടിച്ചവനാ. പെട്ടെന്ന് ഒരു ദിവസം ഓന്റെ മുടി അങ്ങോട്ട് നരച്ചു. ഓനിക്കൊരു ചിന്ത വരും, അല്ലാ ഞാൻ മരിക്കാനായി റബ്ബേ. ഒരു ഉമ്മ 60 വയസ്സ് വരെ സീരിയലിന് അഡിക്റ്റാണ്, അടിമയാണ്. ആ ഉമ്മയുടെ മുതുകൊന്ന് വളരപ്പോ ആ ഉമ്മാക്കൊരു ചിന്ത വരും, അല്ലാഹുവേ ഞാൻ മരിക്കാനായി പടച്ചവനെ. അതുകൊണ്ട് ഇനി സീരിയലൊക്കെ നിർത്തി ഇനി എന്തെങ്കിലും സ്വലാത്തും ദിക്റും നിസ്കാരമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകണം. ഏതെങ്കിലും ഒരു സഹോദരി ഏത് സമയത്തും ഏതെങ്കിലും കാമുകന്മാരോട് സൊള്ളുന്ന ഒരു താത്താണ്. പെട്ടെന്നാണ് ആ താത്താക്ക് ഒരു അസുഖം വരണേ, നിരന്തരമാകുന്ന അസുഖങ്ങൾ വരുന്നേ. ആ സഹോദരിക്ക് അപ്പോൾ ഒരു തീരുമാനം വരും, അല്ലാഹുവേ നന്നായാലും മതി എന്നൊരു തീരുമാനം വരുന്നത് ആ സമയത്തായിരിക്കും. അപ്പൊ ഞാൻ പറയണത്, ഈ 3 അടയാളങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ നമ്മൾ മരിക്കാനായി. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ മരിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് എവിടെ ചെല്ലാൻ കഴിയണം? സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ നേടാൻ കഴിയണം. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. റസൂലുള്ള പറഞ്ഞു, 4 വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കും. 1 ആരാ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ സ്വർഗത്തിലേക്ക് പോണോ? സ്വർഗം വേണോ? ജന്നാത്തുൽ ഫിർദൗസ് വേണോ? ആദരമാകുന്ന പ്രവാചകനതാ പറയുകയാ, സഹാബാ 4 കാര്യങ്ങളോ ആരെങ്കിലും ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരതാ സ്വർഗത്തിലേക്ക് കടക്കുന്നതാ, സ്വർഗമതാ ലഭിക്കുന്നതാ. മദീനയുടെ നായകനാകുന്ന റസൂലുള്ളാഹി പറയുകയാ, ഒന്നാമത്തതാരാ? നിന്റെ ഭാര്യതാ ഗർഭിണിയാകുകയാ. നിന്റെ ഭാര്യയുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ ഗർഭിണിയാകുകയാ. എന്നിട്ടാ ഭാര്യയുണ്ടല്ലോ, 2 പെൺമക്കളെയുണ്ടല്ലോ നിനക്ക് തന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, 2 പെൺമക്കളെയുണ്ടല്ലോ നിനക്കതാ അല്ലാഹു പടച്ച തമ്പുരാന് തരുകയാ. ആ 2 പെൺമക്കളെ നല്ലപോലെ നോക്കിയിട്ട്, നല്ലപോലെ ദീൻ കൊടുത്തിട്ട്, നല്ലൊരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്താൽ അൽഹംദുലില്ലാഹ്, സ്വർഗത്തിലേക്ക് കടക്കുന്ന 1ാമത്തെ വിഭാഗമുണ്ടല്ലോ നിങ്ങളാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഉസ്താദേ മക്കളില്ല, മക്കളതാ സങ്കടപ്പെടുത്തുന്നവരാ. ഉസ്താദേ മക്കളുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടതാ അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പടച്ചവരെ പറഞ്ഞു തരുകയോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അവന്റെ മക്കളെ അല്ലാഹു പടച്ച തമ്പുരാൻ ഖൈറിലാക്കുന്നതാ, സ്വഭാവം കൊടുക്കുന്നതാ, ദീന് കൊടുക്കുന്നതാ, അറിവ് കൊടുക്കുന്നതാ. എഴുതിയെടുക്കാൻ കഴിയുന്നവരതാ എഴുതിയെടുക്കുക, കാണാപ്പാടം പഠിക്കാൻ പറ്റുന്നവര് പഠിക്കുക, ലൈവിലൂടെ കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്നവര് പഠിക്കുക. ഏതെന്നറിയോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, 6000-ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന, ഒരുപാട് അഹ്കാമുകളുള്ള, ഒരുപാട് ചരിത്രങ്ങളുള്ള, ഒരുപാട് അത്ഭുതങ്ങളുള്ള, ഒരുപാട് മഹത്വമുള്ള ഖുർആനതാ പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ
ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവന്റെ മക്കളിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിന്റെ പെൺമക്കളെയുണ്ടല്ലോ നല്ലപോലെ എന്നെ പ്രിയമുള്ളവരെ നോക്കിയിട്ട് അവരെ അതാ വിവാഹം ചെയ്തു കൊടുത്താൽ സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ അല്ലാഹു തരുന്നതാ, അല്ലാഹു തരുന്നതാ. എത്രയോ സഹോദരിമാരാ പടച്ചവനെ തലമറക്കാതെ നടക്കുന്നത്, ടൈറ്റുള്ള പർദ്ദ ഇടുന്നത്, ലിപ്സ്റ്റിക് ധരിക്കുന്നത്, അവൾ ഹിജാബ് ധരിക്കുന്നവളാ, അവൾ ടൈറ്റുള്ള പർദ്ദ ധരിക്കുന്നവളോ മംഗലാപുരത്തിന്റെ പരിസരത്തിലൂടെ മാറും വയറ് കാണിച്ചുകൊണ്ട് പർദ്ദ ധരിക്കുന്ന, ടൈറ്റുള്ള പർദ്ദ ധരിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹു തരുന്ന അദാബേദാ, അല്ലാഹു തരുന്ന ശിക്ഷയേതാ. എല്ലാവരും അതാ പറയുമല്ലോ, ഉസ്താദേ മംഗലാപുരംകാര്, കർണാടകക്കാര്, കൊടകിലെ പ്രിയപ്പെട്ട സഹോദരിമാര് എല്ലാവരും അതാ പർദ്ദ ധരിക്കുന്നവളാ. എന്നാൽ മോഡലുള്ള പർദ്ദ ധരിക്കുന്നവര്, തലമറക്കാതെ നടക്കുന്നവള്, തലയിൽ തുണിയിടാതെ നടക്കുന്നവള്, അല്ലാഹു തരുന്ന അദാബേദാ, അല്ലാഹു തരുന്ന ശിക്ഷയേതാ. അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ ഞാനും നിങ്ങളും ഉണ്ടല്ലോ വിട പറയുകയാ, മരിക്കുകയാ. പള്ളികളെ മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയുകയാ, പുരുഷരക്കട്ടയിലെ മിനാരത്തിലൂടെ പടച്ചവനെ മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആശിഖ് ദാരിമി മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ ഖതീബ് മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ മുഅദ്ദിൻ മരിച്ചിട്ടുണ്ട് എന്നതാ വിളിച്ചു പറയുകയാ. പടച്ചവനെ എല്ലാവരും ഉണ്ടല്ലോ ജനാസയുടെ ചാരത്തേക്ക് കടന്നു വരികയാ, കൂട്ടുകാരെ കടന്നു വരികയാ, കൂടപ്പുറപ്പീങ്ങളെ കടന്നു വരികയാ, അയൽവാസികളെ കടന്നു വരികയാ, പ്രവർത്തകരെ കടന്നു വരികയാ, സയ്യിദന്മാരെ കടന്നു വരികയാ, ഉസ്താദന്മാരെ കടന്നു വരികയാ. എല്ലാവരും അതാ കടന്നു വരികയാ. പടച്ചവനെ കുളിപ്പിക്കുകയാ, പടച്ചവനെ പൊതിയുകയാ, പടച്ചവനെ കഫം വിടവയിൽ പൊതിയുകയാ, പടച്ചവനെ അത്തുറ പൂശുകയാ, നിന്നെ അതാ സന്തൂക്കിലേക്ക് കയറ്റുകയാ, പടച്ചവനെ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. ഇന്ന് വരെ പള്ളി കാണാത്തവരെ, ഇന്ന് വരെ പള്ളിയുടെ കാർപ്പറ്റ് കാണാത്തവരെ, നിന്റെ ജനാസയുണ്ടല്ലോ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അവിടെ വെച്ചുകൊണ്ട് ആരോ നമസ്കരിക്കുകയാ, അവിടെ നിന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ. നീ അതാ കരയുകയാ, ഈകളടിക്കുകയാ, അട്ടഹസിക്കുകയാ. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പാടി പറഞ്ഞത്, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം തെറ്റേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ, റബീഅതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ, ഖബറിന്റെ രംഗങ്ങൾ കാണുമ്പോ, ഖബറിലേക്ക് ഒരാളെ എടുത്തു വെക്കുമ്പോ അറിയാതെ കരയണ കർണാടകക്കാരെ, അറിയാതെ കരയണ കർണാടകയിലെ പെങ്ങളെ, എന്തെന്നറിയോ, എന്തെന്നറിയോ, പാമ്പുള്ള ഖബറാണ് അല്ലാ, തേരുള്ള ഖബറാണ് അല്ലാ, ഞെരുക്കമുള്ള ഖബറാണ് ചെറുപ്പക്കാരാ, ഇരുട്ടുള്ള ഖബറാണ് ചെറുപ്പക്കാരോ, വാരിയല്ലുകൾ പോലും തകർത്ത് കളയുന്നു ഖബറാണ് അല്ലാ. പടച്ചവനെ മൂടുപലക വെക്കുകയാ, പടച്ചവനെ മണ്ണിങ്ങനെ വാരിയിടുകയാ. എല്ലാവരും ഉണ്ടല്ലോ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ഉസ്താദന്മാർക്ക് വേണ്ടി, മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി അല്ലാഹുവേ ദുആ ചെയ്യുകയാ. എന്നിട്ടതാ പിരിഞ്ഞു പോകുമ്പോ ഞാനും നിങ്ങളും ഉണ്ടല്ലോ കരഞ്ഞുകൊണ്ട് പറയുകയാ, പോകല്ലേ, പേടിയാണ്, എന്നെ തനിച്ചാക്കി പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട്
കൊണ്ട് കരയുമ്പോ ഒരാള് പോലും അല്ലാ മൈൻഡ് ചെയ്യൂലോ, ഒരാള് പോലും തിരിഞ്ഞു നോക്കൂല. എല്ലാവരും അതാ പിരിഞ്ഞു പോകുമ്പോ ഖബറിന്റെ അത്ഭുതങ്ങളോ, ഖബറിന്റെ പ്രതിഭാസങ്ങളോ, ഖബറിനകത്ത് കിടന്നുകൊണ്ട് ഞാനും നിങ്ങളുമുണ്ടല്ലോ അറിയുകയാ ഒരാള് പോലും കൂട്ടുവരൂല. പടച്ചവനെ ഒന്നാമത്തെ ഊത്തതാ ഊതി കഴിയുമ്പോ എല്ലാവരും അതാ മരിക്കുകയാ, ലോകമുണ്ടല്ലോ അവസാനിക്കുകയാ. രണ്ടാമത്തെ ഊത്തതാ ഊതി കഴിയുമ്പോ എല്ലാവരും അതാ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാ. എങ്ങനാ കടന്നു ചെല്ലുന്നത്? പന്നിയുടെ രൂപത്തിലാ, കഴുതയുടെ രൂപത്തിലാ, കൈയില്ലാതെ കാലില്ലാതെ ശരീരത്തിലൂടെ ചീഞ്ചലമുണ്ടല്ലോ ഒലിപ്പിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാ. ചെമ്പിന്റെ തറയാണ് അല്ലാ. കിലോമീറ്റർ കണക്കാന ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ തലയുടെ തൊട്ടുമുകളിലുണ്ടല്ലോ നിൽക്കുകയാ. നീയതാ കരയുകയാ, നീയതാ വിയർപ്പിൽ മുങ്ങുകയാ. അല്ലാഹുവോട് ചോദിക്കുകയാ, അല്ലാ സ്വർഗമാണോ നരകമാണോ, ഹൗദുൽ കൗസറാണോ അർശിന്റെ തണലാണോ, സിറാത്ത് പാലം കടക്കാൻ കഴിയുമോ എന്ന് പറയുമ്പോ പടച്ചവരെ തലമറക്കാതെ മംഗലാപുരത്തിന്റെ പരിസരത്തിലൂടെ, തലമറക്കാതെ കർണാടകയുടെ പരിസരത്തിലൂടെ, തലമറക്കാതെ പുത്തൂരിന്റെ പരിസരത്തിലൂടെ, തലമറക്കാതെ പുരുഷരക്കട്ടയുടെ പരിസരത്തിലൂടെ നടന്നവളെ, ഓടിയവരെ, ഇടന്നവരെ, മോഡലുള്ള പർദ്ദ ധരിച്ചുകൊണ്ട് മംഗലാപുരത്തിന്റെ പരിസരത്തിലൂടെ ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പിന്നാലെ കേറിയിരുന്നു കൊണ്ട് നട്ടലില്ലാതെ, ഉടുപ്പില്ലാതെ, ഈമാനില്ലാതെ, ദീനില്ലാതെ ഓടിയവളെ, നടന്നവരെ, ഒരു മലകഥ കടന്നു വരികയാ. ഒരു തീയിനാലുള്ള തൊപ്പിയായി കടന്നു വരികയാ. തലമറക്കാത്തവളെ, നിന്റെ തലയിലേക്ക് ആ തൊപ്പി കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോ നീയതാ കരയുകയോ ഏങ്ങലടിക്കുകയാ. നിന്റെ തലച്ചോറ് പോലും ഉണ്ടല്ലോ വേവുകയാ, എരിയുകയാ, ചോരയുണ്ടല്ലോ ഒലിക്കുകയാ. അള്ളയതാ പറയുകയാ, അവളെയതാ നരകത്തിലേക്ക് വലിച്ചെറിയുക. അവള് തലമറക്കാത്തവളോ, അവള് ദീനീബോധമില്ലാത്തവളോ, അവര് വസ്ത്രങ്ങൾ അണിയാത്തവരോ എന്നതോ അള്ളയതാ പറയുമെന്ന് പറയുമ്പോ അല്ലാഹു പറയുകയാ, സ്വർഗമെന്ന് പറയുന്നു ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ അല്ലാഹു തരണോ, അല്ലാഹു തരണോ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, രണ്ടു പെൺമക്കളെ ആരെങ്കിലും ഒരാൾ വളർത്തി വലുതാക്കിയിട്ട് അവർക്കുണ്ടല്ലോ ദീനീബോധം കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ് അവരെ നല്ലൊരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്താൽ മോനെ നിങ്ങൾക്കാണ് സ്വർഗമെന്ന് അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് രണ്ട് പെൺമക്കളെ അല്ലാഹു തന്നിട്ട് ആ പെൺമക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവരെ നല്ല രീതിയിൽ വിവാഹം ചെയ്തു കൊടുക്കുന്നതാരാ? അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ ആ വിഭാഗത്തിൽ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ആ വിഭാഗത്തിൽ ഞങ്ങളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ. അതാ പറയണേ, നമ്മുടെ പെൺമക്കളെ നല്ലപോലെ വളർത്തണം, നല്ലപോലെ വളർത്തണം എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇവിടെ ഒരു മദ്രസ, ഇവിടെ വിപ്ലവകരമാകുന്ന മാറ്റം അൽഹംദുലില്ലാഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മദ്രസയിലേക്ക് കൊണ്ടുവന്നിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയാ, ഇതൊക്കെ എപ്പോഴാ ഉപകാരപ്പെടുന്നേ? നാളെ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിക്കാട്ടിൽ വെക്കുമ്പോ നമ്മുടെ മക്കൾ ആ മദ്രസയിൽ പഠിച്ചതിന്റെ ഒറ്റ കാരണം കൊണ്ടായിരിക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മുടെ ഖബറിന്റെ ചാരവന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യണത്. അതുകൊണ്ട് പറയാ, ഈ രണ്ടും മക്കളെ നൽകിയിട്ട് അവരെ വളർത്തി വലുതാക്കിയിട്ട് നല്ല രീതിയിൽ അൽഹംദുലില്ലാഹ് വിവാഹം ചെയ്തു കൊടുക്കുന്നവരാരാ? ആ മാതാപിതാക്കൾ സ്വർഗത്തിലേക്കുള്ളവരാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ ഉണ്ട്, ഭാര്യ ഗർഭിണിയാകും ഉസ്താദിനോട് വന്നിട്ട് പറയും, ഉസ്താദേ ഭാര്യ ഗർഭിണിയാ, ആൺകുട്ടി മതി ഉസ്താദേ. എന്താ പറയണേ? ആൺകുട്ടി മതി ഉസ്താദേ. അല്ലാഹു ഈമാൻ നൽകട്ടെ മോനെ. ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ ബറക്കത്തുണ്ടെന്ന്. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ.
ഇനി നാളെ ചെന്നിട്ട് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് ആൺകുട്ടിയെ ജനിച്ചേ, ഓനെ കൊല്ലാനല്ല ഞാൻ പറഞ്ഞേ, അതിലും ബറക്കത്തുണ്ട്, പെണ്ണിലും ബറക്കത്തുണ്ട്. ഇത്തിരി ശ്രേഷ്ഠത എന്തിനാ പെണ്ണിനാ ഉള്ളത്. അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അല്ലെ, ഈ പെൺകുട്ടിയെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമാണ്. പെൺകുട്ടിയെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, അവരെ സ്നേഹിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ വളർത്താൻ പഠിക്കണം. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. എന്നോട് മംഗലാപുരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ, ഉസ്താദെ ഞങ്ങളെ കർണാടകയിലുള്ള എല്ലാ സഹോദരിമാരും പർദ്ദ ധരിക്കുന്നവരാ ഉസ്താദെ. എന്നോട് പറഞ്ഞ, ഉസ്താദെ ഞങ്ങളുടെ മംഗലാപുരത്തുള്ള എല്ലാ സഹോദരിമാരും പർദ്ദ ധരിക്കുന്നവരാ ഉസ്താദെ. പക്ഷേ ഹിജാബും നിക്കാബും കയ്യും കാലൊക്കെ ഒരു മറക്കും. പക്ഷെ എല്ലാം ധരിച്ചിട്ട് ഈ കണ്ണിന്റെ ഭാഗത്ത് ക്രീം തേക്കണ ചില ദാത്തന്മാരുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. പച്ച ക്രീം, വെള്ള പെയിന്റ്, മഞ്ഞ പെയിന്റ്, ഇതെല്ലാം മറ്റേ മെസ്സി വരുന്നത് പോലെ, നെയ്മർ വരുന്നത് പോലെ, തലയിലൊക്കെ ഓരോ കളർ തേക്കണത് പോലെ ചില ദാത്തന്മാരുണ്ട്. ഹിജാബ് നിക്കാബ് എല്ലാം ഉണ്ടാകും, പക്ഷെ കണ്ണിന്റെ ഇവിടെ ആളുകൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് അടിച്ച് നടക്കണ ചില ദാത്തന്മാരുണ്ട്. അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അല്ല, ഇപ്പോ ഇത് ഫെബ്രുവരി മാസം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ അല്ലേ? അല്ലേ അല്ലേ ഉസ്താദേ? ഫെബ്രുവരി 14 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ അല്ലേ? അതെ അതെ ഉസ്താദ്, ഓക്കെ പറഞ്ഞു, മസാല പറഞ്ഞു. ഫെബ്രുവരി 14 ഒരാണും പെണ്ണും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ വാർഷികമാണ് ഇപ്പോഴെന്ന് പറയുന്നത്, ഫെബ്രുവരി 14. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കാസർഗോഡുള്ള ജൗഫർ എന്ന പേര്. അപ്പൊ ഓനിക്ക് കച്ചവടം എന്ന് പറഞ്ഞാൽ മിഠായിയുടെ കച്ചവടം, മിഠായിയുടെ ഹോൾസെയിൽ കച്ചവടം. എന്താണ് ഷാസ് ചോക്ലേറ്റ്, അങ്ങനെ എന്താ എന്റെ കടയുടെ പേര്. അപ്പൊ ഓൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാൻ ദുആ ചെയ്യണം. എന്താണ് നീ ഇപ്പൊ ഒരു പ്രത്യേക ദുആ ചെയ്യാൻ പറയണേ? ഉസ്താദേ ഫെബ്രുവരി 14 വരെ ഡയറി മിൽക്ക് ഒരുപാട് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഉസ്താദേ, അതൊക്കെ ഒന്ന് വിറ്റ് പോകണം ഉസ്താദേ എന്നൊരു സഹോദരൻ ദ്വാരക്കാൻ പറയുമ്പോൾ ഞാൻ പറയണത്, എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നമ്മുടെ മക്കള് വഴി പിഴക്കാതെ സൂക്ഷിക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെ കടമയാണ്, ഓരോ ആളുകളെയും ബാധ്യത. അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരിക്കട്ടെ. ഈ പെൺമക്കളെ വളർത്തി വലുതാക്കി ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ. ആൺമക്കളെ എനിക്ക് തോന്നുന്നു ഇച്ചിരി എളുപ്പമാണ് വളർത്താനായിട്ട്, പക്ഷേ പെൺമക്കളെ വളർത്താനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവരുടെ വാപ്പമാരോട് ചോദിച്ചൊരു ആദ്യ അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ വാപ്പ ഇങ്ങനെ കൂട്ടും, 12 വയസ്സായി, 13, 14, 15, 16, 17, 18 വയസ്സ് വരെ പഠിച്ചവനെ ഇനി ഓളെ നോക്കണമല്ലോ, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ വിഷമിക്കുന്ന ചില വാപ്പമാരുണ്ട്. അള്ളാഹുവേ ഞാൻ പറയാ, എന്റെ പ്രിയപ്പെട്ടവർ ഔറത്തും മറക്കാതെ നടക്കാൻ പാടില്ല. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണ്, 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണ്. ഒന്ന് ഏതാണ്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിന് കൂട്ടു നിൽക്കണ ഭർത്താവാരാ? അവര് നരകത്തിലേക്കുള്ള ഭർത്താവാ. നിങ്ങളുടെ ഭാര്യയും മക്കളും പറയാ, ഇക്ക എന്റെ പൊക്കിട് കാണുന്ന, എന്റെ വയറ് കാണുന്ന, എന്റെ കൈ കാണുന്ന, എന്റെ മാറ് കാണുന്ന വസ്ത്രം എനിക്ക് വേണമെന്ന് പറയും. ആ സമയത്ത് നട്ടലില്ലാതെ പോയി മേടിച്ചു കൊടുക്കണ ഭർത്താവാണ് നിങ്ങളെങ്കിൽ, വാപ്പയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നരകത്തിലേക്കുള്ള വാപ്പയും ഭർത്താവുമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ വറുതക്കടയിലൊക്കെ ചെല്ലുമ്പോ മിക്ക സഹോദരിമാരും വലിയ ബർദ എടുക്കണം, ടൈറ്റ് ഇല്ലാത്ത ബർദ എടുക്കണം. അപ്പൊ ഭർത്താവ് ചിന്തിക്കും, പഠിച്ചവനെ എന്റെ ഭാര്യ ആമിന കീമാങ് വന്നു, അല്ലാ ടൈറ്റ് ഇല്ലാത്ത ബർദ എടുത്തിരിക്കണേ. ബർദ എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ ചെയ്യണേ? തൊട്ടടുത്തൊരു തുന്നൽ കട ഉണ്ടാവും, സ്റ്റിച്ചിങ് സെന്റർ ഉണ്ടാവും. അവിടെ ചെന്നിട്ട് നമ്മുടെ ഭാര്യമാര് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കണ ബർദ എന്ത് വേണം? എനിക്ക് തയ്ച്ചു തരണം. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകട്ടെ. അള്ളാന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഒരു പാവപ്പെട്ട സഹോദരി എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നു. അള്ളാന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ഒരു പാവപ്പെട്ട സഹോദരി എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നു. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ ചാരത്തേക്ക് ഒരു സഹോദരി അതാ കടന്നു വരികയാ. എന്നിട്ട് ആ ലോകത്തിന്റെ പ്രവാചകനോട് പടച്ചവനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാ. എന്തെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളോട് പറയുകയാ, നബി അല്ലാഹ്, റസൂലല്ലാഹ്, ഹബീബല്ലാഹ്, എനിക്കൊരു പരാതിയുണ്ട് നബിയെ, എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? റസൂലുള്ളാഹിയതാ പരാതി ചോദിക്കുമ്പോ റസൂലുള്ളാഹിയോടാ പെൺകുട്ടി പറയുകയാ, ഏതെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനോട് പറയുകയാ, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട് നബിയെ, അതൊന്ന് മാറാൻ, അതൊന്ന് ശിഫയാകാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളോട് പറയുമ്പോ നബി തങ്ങളതാ പറയുകയാ, മോളെ നീയുണ്ടല്ലോ, ക്ഷമിച്ചുകൊള്ളുക, അല്ലാഹുവോട് പറഞ്ഞുകൊള്ളുക. എന്താ
രോഗത്തിന് പകരമായിട്ട് അല്ലാഹു പടച്ച തമ്പുരാൻ സ്വർഗമുണ്ടല്ലോ തരുന്നതാ. ആ പെൺകുട്ടിക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലതാ ദുആ ചെയ്യുകയാ. അല്ലാഹുവേ സങ്കടങ്ങൾ മാറ്റണേ അല്ലോ, പുറത്തു കൊടുക്കണേ അല്ലോ. ആ സഹോദരിയതാ കടന്നു പോകുകയാ. പടച്ചവനെ ദിവസങ്ങൾ കഴിയുമ്പോ, പടച്ചവനെ ആഴ്ചകൾ കഴിയുമ്പോ ആ സഹോദരി ഉണ്ടല്ലോ കടന്നു വരികയാ. പടച്ചവനെ റസൂലുള്ളാഹിയുടെ ചാരത്ത് വന്നുകൊണ്ട് ആ പെണ്ണതാ പറയുകയാ, യാ റസൂലല്ലാഹ്, അവസ്മാരം എന്ന് പറയുന്ന രോഗം വരുമ്പോ എനിക്കൊരു പ്രതിസന്ധിയില്ല, എന്നാൽ അവസ്മാരം വരുമ്പോ എന്റെ ശരീരത്തിന്റെ തുണിയുണ്ടല്ലോ വെളിവാകും നബിയേ, ഔറത്തുണ്ടല്ലോ എല്ലാവരും അതാ കാണും നബിയേ. ആദരവാകുന്ന പ്രവാചകനോട് പറയുകയാ, ഇതൊന്നും മാറാ നബിയേ, എനിക്ക് രോഗം മാറണ്ട നബിയേ, അസുഖം മാറണ്ട നബിയേ, എനിക്ക് ഈ അവസ്ഥയുണ്ടല്ലോ മാറിക്കിട്ടാൻ ദുആ ചെയ്യുമോ, പടച്ചവനോട് പറയുമോ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ പടച്ചവനോട് പറയുകയാ, അല്ലാഹ് ഈ സാധുവായ സഹോദരിയുടെ സങ്കടങ്ങളോ വേദനകളോ യാതനകളോ നൊമ്പരങ്ങളോ മാറ്റണേ അല്ലാഹ്, മാറ്റണേ അല്ലാഹ്. പിന്നീട് ആ സഹോദരി ഉണ്ടല്ലോ ഒരു തവണ പോലും എന്റെ പ്രിയമുള്ളവരെ അൽഹംദുലില്ലാഹ് അവസ്മാരം വന്നപ്പോ, ഈ ഒരു രോഗം വന്നപ്പോ അൽഹംദുലില്ലാഹ് ഔറത്ത് മാറിയില്ലെന്ന് ചരിത്രങ്ങളതാ പറയുമ്പോ എന്റെ പ്രിയമുള്ള നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, പെൺമക്കളെ വളർത്തുമ്പോ ദീനീ ബോധത്തോടു കൂടി വളർത്തേണ്ടതാണ്. പുരുഷരക്കട്ട എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ നമ്മുടെ മക്കളെ എന്റെ പ്രിയമുള്ളവരെ വളർത്തുമ്പോ അൽഹംദുലില്ലാഹ് ദീനീ ബോധത്തോടെ വളർത്തേണ്ടതാ. നിങ്ങളുടെ മക്കളെ അതാ വളർത്തിയിട്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്താൽ, നല്ലൊരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്താൽ അൽഹംദുലില്ലാഹ് സ്വർഗത്തിന്റെ ഒന്നാമത്തെ അവകാശി നിങ്ങളാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, എത്രയോ പെങ്ങന്മാരാ, എത്രയോ സഹോദരിമാരോ മംഗലാപുരത്തിന്റെ പരിസരത്തിലൂടെ ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പിന്നാൽ പടച്ചവനെ കേറിയിരുന്നു കൊണ്ട് ഉടുപ്പില്ലാതെ നാണമില്ലാതെ ഒളിച്ചോടുന്നവര്, നാണമില്ലാതെ നടക്കുന്നവര് ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ അവരുടെ ഗുണങ്ങളില്ലാതെ ആരെങ്കിലും ഒരാൾ വിട പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കൂല എന്ന് പറയുമ്പോ വാപ്പയുടെ പൊരുത്തം വാങ്ങിച്ചു, ഉമ്മയുടെ പൊരുത്തം വാങ്ങിച്ചു. അതുകൊണ്ട് സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ ലഭിക്കുന്നതാർക്കാ, ലഭിക്കുന്നതാർക്കാ? രണ്ടു മാതാപിതാക്കൾക്കാ, ഒരു വാപ്പയ്ക്കോ ഒരു ഉമ്മാക്കാണെന്ന് പ്രിയമുള്ളവരെ പറയുമ്പോ നാദാ പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തുന്ന, ഈമാനോടെ വളർത്തുന്ന, നല്ല രീതിയിൽ കെട്ടിച്ചു വിടുന്ന മാതാപിതാക്കളിലോ ഞങ്ങളെ നീ പെടുത്തണേ അല്ലോ, കബൂലാക്കണേ അല്ലോ. അതുകൊണ്ട് ആ പെൺമക്കളെ ഔറത്തുമറച്ചുകൊണ്ട് ദീനി ബോധത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വളർത്താൻ പഠിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.